വെൽക്കം ടു സക്സസ് അക്കാദമി. എല്ലാവർക്കും സക്സസ് അക്കാദമിയുടെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ. എന്താണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇന്ത്യൻ ഭരണഘടന ഒരു പ്രിഫേസ് ആണ്, ഒരു ആമുഖമാണ് എന്ത് നമ്മുടെ പ്രിയാമ്പിൾ എന്നുള്ളത്. ഇനി പ്രിയാമ്പിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരും ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രിയാമ്പിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾക്ക് ഇന്ന് എന്താണ് മറ്റ് കുറച്ച് ചില ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ ആരാണ് തയ്യാറാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് മെയ്ഡ് ബൈ ആരാണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓക്കെ, ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് ആരാണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. 1946 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള 1946 എന്ത് ചെയ്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ സമിതി എന്ത് ചെയ്തിട്ടുള്ളത് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭരണഘടനാ അസംബ്ലിയാണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കേൾക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഇത് BR അംബേദ്കറിൻ്റെ പേര് അല്ലേ. ഇതാണ് നമ്മുടെ ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്താ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, അംബേദ്കർ. അംബേദ്കറിനെ എന്തുകൊണ്ടാണ് ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ പിതാവ് എന്ന് പറയുന്നത് എന്നുള്ള കാരണം കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കിയിട്ട് പോവാം. നമ്മൾ പറഞ്ഞ എന്താണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭരണഘടനയിലെ അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഏതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് എഴുതി തയ്യാറാക്കിയിട്ടുള്ള കമ്മിറ്റിയാണ് ഏത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മേജർ കമ്മിറ്റിയുമായിരുന്നു ഏത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആര്, BR അംബേദ്കർ. ഓക്കെ, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആര്, BR അംബേദ്കർ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഭരണഘടനാ അസംബ്ലിയിൽ പലതരത്തിലുള്ള ചർച്ചകൾ, ഡിബേറ്റുകൾ ഒക്കെ എന്താണ് നടക്കും. അപ്പോൾ ഇതൊക്കെ നടന്ന് പലതരത്തിലുള്ള ഭേദഗതി ഉൾപ്പെടെ എന്താണ് ഭരണഘടനാ അസംബ്ലിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭരണഘടനാ അസംബ്ലിയിൽ നടന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ഭരണഘടനയെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത് അതാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടനാ അസംബ്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ BR അംബേദ്കറിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 2 ഡേറ്റുകളാണ്. അതിൽ ആദ്യം 1949 നവംബർ 26. ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ച വർഷം. ഓക്കെ, അംഗീകരിച്ചത് അല്ലെങ്കിൽ എന്താ റെക്കഗ്നൈസ്ഡ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ച ദിവസമാണ് ഏത്, 1949 നവംബർ 26. ഓക്കെ, 1949 നവംബർ 26 ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ ഭരണഘടനയെ നമ്മുടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചിട്ടുള്ളത്. എന്നാൽ 1950 ജനുവരി 26 ഈ ഡേറ്റ് നമുക്കെല്ലാം അറിയാം, നമ്മുടെ എന്താണ് റിപ്പബ്ലിക് ഡേ ആണ് അല്ലെ. റിപ്പബ്ലിക് ഡേ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, 1949 നവംബർ 26 ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചിട്ടുള്ള ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് ആണ് ഏത്, 1950 ജനുവരി 26 എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് 2 വർഷം 11 മാസം 18 ദിവസം എന്നുള്ളത്. 2 years 11 months and 18 days.
അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള സമയം അല്ലെങ്കിൽ അത്രയും ദിവസമാണ് എന്നുള്ളത് എന്താണ് ഈ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയെ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്താണ് ഈ സമയങ്ങളിലായിട്ട് മൊത്തം 11 സെഷൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി കൂടിയിട്ടുള്ളത്. ഓക്കെ, 11 സെഷനുകളിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മൊത്തം 167 ദിവസമായിരുന്നു അതിൻ്റെ സിറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ഭരണഘടനാ അസംബ്ലിയുടെ സിറ്റിംഗ് എത്ര ദിവസമായിരുന്നു? 167 ദിവസം. അങ്ങനെ ഓക്കെ, അപ്പോൾ അതാണ് കാലഘട്ടം എത്രയാണ്? 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ട് 11 സെഷനുകളായിട്ട് സമ്മേളിച്ചുകൊണ്ട് 167 ദിവസം എന്താണ് സിറ്റിംഗ്, 167 ദിവസം സമ്മേളിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഭരണഘടനാ അസംബ്ലി എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയെ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലുള്ള വാക്കുകളുടെ എണ്ണമാണ്. അതായത് നമ്മുടെ 1950 ജനുവരി 26 അല്ലേ, ജനുവരി 26 എന്ത് ചെയ്യുള്ളത് നമ്മുടെ ഭരണഘടന നമ്മൾ നിലവിൽ വന്നു എന്ന് പറഞ്ഞത്. ആ നിലവിൽ വരുന്ന സമയത്ത് 1,46,385 വാക്കുകളായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇംഗ്ലീഷ് വേർഷനിലാണ്. ഇംഗ്ലീഷ് വേർഷൻ. ഓക്കെ, ഇംഗ്ലീഷ് വേർഷനിൽ 1,46,385 വാക്കുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ ഹിന്ദി വേർഷനിൽ 1,40,50,000 ഓക്കെ, 1,40,50,000 വാക്കുകളും ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടനയിലെ ഇംഗ്ലീഷ് വേർഷനിൽ ഉണ്ടായിരുന്ന ആകെ വാക്കുകളുടെ എണ്ണം എത്രയാണ്? അത് 1,46,385 വാക്കുകളാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ 1,40,45,000 വാക്കുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഈ 73 വാക്കുകൾ ഉണ്ടായിരുന്നത് നമ്മുടെ പ്രിയാമ്പിൾ, നമ്മൾ നേരത്തെ കണ്ടല്ലോ ഭരണഘടനയുടെ പ്രിയാമ്പിൾ. ആ പ്രിയാമ്പിൾ ഉണ്ടായിരുന്ന വാക്കുകൾ എത്രയാണ്, അല്ലെങ്കിൽ പ്രിയാമ്പിളിൻ്റെ വാക്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 73 വാക്കുകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എന്താണ് പ്രിയാമ്പിളിൽ ഉണ്ടായിരുന്ന വാക്കുകളുടെ എണ്ണം എത്രയാണ്? അത് 73 വാക്കുകളാണ് നമ്മുടെ പ്രിയാമ്പിളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മൊത്തം ആർട്ടിക്കിളുകളുടെ എണ്ണമാണ് 395 ആർട്ടിക്കിളുകൾ. എത്രയാണ്? 395 ആർട്ടിക്കിളുകളാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. കൂടാതെ 8 ഷെഡ്യൂളുകളും, എത്രയാണ്? 8 ഷെഡ്യൂളുകളും എന്തുണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്? 8 പട്ടികകളും ഉണ്ടായിരുന്നു. കൂടാതെ 22 പാർട്ടും, ഇന്ത്യൻ ഭരണഘടന എത്രയാണ്? 22 പാർട്ടുകളും 8 ഷെഡ്യൂളുകളും 395 ആർട്ടിക്കിളുകളുമായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്. അതായത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. 64 ലക്ഷം രൂപ ആകെ ചെലവാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നമ്മൾ പറഞ്ഞു എന്താണ് 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആരാണ് തയ്യാറാക്കിയിട്ടുള്ളത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ അതിനു വേണ്ടി എന്താണ് ആകെ ചെലവായിട്ടുള്ള തുക എന്ന് പറയുന്നത് എത്രയാണ്? അത് 64 ലക്ഷം രൂപയാണ്. ഓക്കെ, അന്നത്തെ കാലത്ത് എന്താണ് 64 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇത്രയും ബൃഹത്തായിട്ടുള്ള ലോകത്ത് തന്നെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ രാജ്യത്ത് തയ്യാറാക്കിയിട്ടുള്ളത് എത്രയാണ്? 64 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഭരണഘടനയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് ഭരണഘടനയുടെ ചില പ്രധാനപ്പെട്ട പ്രത്യേകതകൾ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ എന്താണ് ഓരോ വിഭാഗങ്ങൾ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും തുടർന്നിട്ടുള്ള സെഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ ക്ലാസ്സുകൾ എന്താണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് കാണുന്നതിന് വേണ്ടി എന്താണ് ഈ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക.